നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലാലീസ് ഹൈപ്പർ മാർക്കറ്റ്, ലാലീസ് മാൾ, പട്ടിക്കാട് സെന്റർ, തൃശൂർ. പുത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി എൻഡോവ്മെന്റ് വിതരണം റവന്യൂ മന്ത്രി കെ രാജൻ നിർവഹിച്ചു. വിരുപ്പാക്ക മണലി പാടശേഖരത്തിൽ കാട്ടുപന്നികളുടെ വിളയാട്ടം, വ്യാപകമായി നെൽകൃഷി നശിപ്പിക്കുന്നു. മണ്ണുത്തി സെന്റ് ആന്റണീസ് പള്ളിയിലെ സംയുക്ത തിരുനാളിനെ വികാരി ഫാദർ പോളി നീലങ്കാവിൽ കൊടിയേറ്റി. തെക്കുങ്കര മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് CT ദേവസിയുടെ 11ാം ചരമവാർഷികം പുരസ്കാര വിതരണം ജനുവരി 5-ന് പുന്നമ്പറമ്പ് സായി നാരായണ കോംപ്ലക്സിൽ. വിശദമായ വാർത്തകളിലേക്ക്. പുത്തൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച എൻഡോവ്മെന്റ് വിതരണം റവന്യൂ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ സിനി പ്രദീപ് കുമാർ, സ്കൂൾ പ്രിൻസിപ്പൽമാരായ മരകതം ടിനോ മൈക്കിൾ, ഹെഡ്മിസ്ട്രസ് ഉഷാകുമാരി, PTA പ്രസിഡന്റ് സുധീർ കുണ്ടായി, SMC ചെയർമാൻ സന്തോഷ് PV, MPTA പ്രസിഡന്റ് ഡെയ്നി ഡാനിഷ്, ബൈജു PT, സുഷ്മ K തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ ക്ലാസുകളിൽ വിവിധ വിഷയങ്ങളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു. ഇതിൽ ആർദ്ര VS-ഉം ദുർഗനന്ദ K എന്നീ വിദ്യാർത്ഥികൾക്ക് SSLC ഉന്നത വിജയം നേടുന്നതിക്ക് ഡോക്ടർ ശ്രീധരൻ ലേ തങ്കമണി ടീച്ചർ ഏർപ്പെടുത്തിയത് SSLC SC വിഭാഗം ഫസ്റ്റിനുള്ള എൻഡോവ്മെന്റ്. ഒരുപാട് കഠിനാധ്വാനത്തിന്റെ റിസൾട്ടാണ് ഈ A+. ഭാര്യ ശ്രീമതി PV ത്രേസ്യ മെമ്മോറിയൽ അനിയത്തി റോസ്ലിയും മകൾ ഡേസിയും ചേർന്ന് ഏർപ്പെടുത്തിയത്. അർഹരായ വിദ്യാർത്ഥികൾ അനഗ റിട്ടയർഡ് പ്രിൻസിപ്പൽ GVHSS പുത്തൂരും അതുപോലെ തന്നെ ഒരു എൻഡോവ്മെന്റിൽ നിന്ന് ഡിവൈഡ് ചെയ്ത് പോകുമ്പോൾ 10, 15, 20, 25, 50, 100 ഒക്കെ ആയിട്ടുള്ള സംഖ്യയായിരിക്കും ഓരോരുത്തരുടെ കയ്യിൽ കിട്ടുക. പക്ഷേ അങ്ങനെ കയ്യിൽ കിട്ടാൻ അതിന് പ്രേരിപ്പിച്ച അധ്യാപകർ ഒരു കാലത്ത് നമ്മുടെ സ്കൂൾ എങ്ങനെയെങ്കിലും ഒന്ന് നന്നാകണമെന്ന് ആഗ്രഹിച്ച് 1ാം സമ്മാനം കിട്ടുന്ന കുട്ടികളൊക്കെ അപൂർവമായിട്ടുള്ളൊരു അവസരമായിരിക്കുന്ന ഘട്ടത്തിൽ അത് എങ്ങനെയും നമ്മുടെ കുട്ടികൾക്ക് വിതരണം ചെയ്യുക എന്നേ കരുതിയിട്ടുണ്ടാകും. സ്കൂളിനെ നമ്മൾ വളരെ മനോഹരമാക്കി മാറ്റുകയാണ് ഓരോ ഘട്ടം കഴിയുമ്പോൾ. സാധാരണ പറയാറുള്ളത് പോലെ 5 കോടിയുടെ കെട്ടിടമായി ഇപ്പൊ 2 കോടി രൂപയുടെ പുതിയ കെട്ടിടം നമുക്ക് ഈ മാസം തന്നെ ഉദ്ഘാടനം ചെയ്യാം. ആ 2 കെട്ടിടങ്ങൾക്ക് മഴയിലുള്ള നമ്മുടെ ഈ HM ഉൾപ്പെടെ ഇരിക്കുന്ന ഈ മുറി ഒന്ന് പൊളിക്കാൻ വളരെ അനിവാര്യമാണ്. പൊളിക്കുമ്പോൾ ചിലപ്പോൾ വേറെ ക്ലാസ്സുകൾ നമുക്ക് വേണ്ടി വരും. അത് നമുക്ക് ആ ഘട്ടത്തിൽ ആലോചിക്കാം. കാട്ടുപന്നി കൂട്ടങ്ങളുടെ ക്രൂര വിനോദം. വിളവെടുപ്പിന് പാകമായ നെൽക്കതിരുകൾ ഭക്ഷിച്ചും നശിപ്പിച്ചും നെൽ കർഷകർക്ക് തലവേദന സൃഷ്ടിക്കുന്നു. വിരുപ്പാക്ക മണലി പാടശേഖര സമിതിയുടെ പാട്ടത്തിനെടുത്ത 8 ഏക്കർ പാടശേഖരത്ത് കാട്ടുപന്നികളുടെ കളിവിളയാട്ടത്തിൽ പ്രതീക്ഷകൾ അസ്തമിക്കുന്നത്. പരമ്പരാഗത നെൽകർഷകരായ സജി മഞ്ഞില, മണികണ്ഠൻ എന്നിവരാണ് നെൽവിത്തുകളിൽ മുൻപന്തിയിൽ സ്ഥാനം പിടിക്കുന്ന ഉമ വിത്തിറക്കിയത്. 3 ലക്ഷത്തോളം രൂപ ചിലവ് ചെയ്ത് സ്വപ്നങ്ങൾ മെനഞ്ഞ കർഷകർക്കാണ് കാട്ടുപന്നികളുടെ പ്രഹരമേറ്റത്. നെൽവിത്തുകൾ ഭക്ഷിച്ചും പാടശേഖരത്തിൽ മത്സരമെന്നോടെ തലങ്ങും വിലങ്ങും ഓടിക്കളിച്ച് സർവസ്വവും നശിപ്പിക്കുന്ന രീതിയുടെ നേർക്കാഴ്ചയാണ് ഈ പാടശേഖരം. ശല്യം സഹിക്കവയ്യാതായപ്പോൾ കാവലുണ്ടായിട്ടും പകൽ സമയങ്ങളിൽ പാടശേഖരത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് ആരുടെയും കണ്ണിൽപ്പെടാതെ സൂത്രശാലികളെ പോലെ ഇരുട്ട് പകരുന്നതോടെ കാട്ടുപന്നികളുടെ ലീലവിലാസം ആരംഭിക്കും. ഭക്ഷിച്ചും നശിപ്പിച്ചും കാട്ടുപന്നിക്കൂട്ടങ്ങൾ പാടശേഖരങ്ങളിൽ ആറാടുമ്പോൾ അധികൃതർ നിസ്സഹായരായും കാഴ്ചക്കാരായും മാറുന്ന സാഹചര്യം അസഹനീയമാണെന്ന് കർഷകർ പറയുന്നു. എന്താണ് ഇതിനൊരു പോംവഴി എന്ന് ആലോചിക്കുകയാണ് പാടശേഖര സമിതി.
നഷ്ടങ്ങൾ കൂമ്പാരമാകുമ്പോൾ ഉപജീവനത്തിന് മറ്റു മേച്ചിൽപ്പുറങ്ങൾ തേടേണ്ട സ്ഥിതിവിശേഷം സംജാതമാകുകയാണെന്ന് നെൽകർഷകർ ധർമ്മസങ്കടത്തോടെ പറയുന്നു. രാത്രി മുഴുവൻ കാവലിരുന്നാലും നമ്മളൊരു നേരം കണ്ണ് മയങ്ങി പോകുമ്പോൾ അവർ വന്ന് ഇറങ്ങാം. അപ്പോൾ ഈ മൊത്തം നമ്മളിപ്പോൾ ഒരു 10 ഏക്കർ സ്ഥലത്ത് ഇപ്പോൾ 2 ആളെ നോക്കണം. നോക്കുമ്പോൾ നമ്മുടെ ഓട്ടം എത്തില്ല. അപ്പോൾ നമ്മളിവിടെ ആണെങ്കിൽ അവരപ്പുറത്ത് പോയി ഇറങ്ങും. ഇവിടെ പടക്കം പൊട്ടിക്കലും ടോർച്ചടിക്കലും ആയിട്ട് ഇങ്ങനെ നേരം വെളുക്കുമ്പോൾ അങ്ങനെ പാടത്തുകൂടി നടക്കലേ പണി. അങ്ങനെ പണം ഉണ്ടാക്കിയിട്ട് കൊയ്തെടുക്കാൻ പറ്റില്ലാത്തൊരവസ്ഥയാണ്. എന്താ ചെയ്യാന്നറിയില്ല. ഇത് മണലിപ്പാടം പാടശേഖര സമിതിയുടെ ഉൾപ്പെട്ട പാടശേഖരമാണ്. തെക്കുംകര ഗ്രാമപഞ്ചായത്തിൻ്റെ കീഴിൽ പാടശേഖര സമിതിയാണ്. ഇവിടെ ഇപ്പോൾ കൊയ്യാറായിട്ടുള്ള കണ്ടങ്ങളാണ് മുഴുവൻ. ഒരുവിധം നമുക്ക് പഴം തെറ്റിയിട്ടുള്ള അവസ്ഥയിലുള്ള ഇവിടിപ്പോൾ നമ്മൾ കൊയ്യാറിനെ പോലെ കൊയ്യാർ ആഘോഷിക്കാൻ പോലും പറ്റാതെ ഈ പാടത്ത് കാവൽ കിടക്കേണ്ട അവസ്ഥയാണ്. ഈ അവസ്ഥയിൽ ഞങ്ങളിപ്പോൾ വെറും ഒരു നഷ്ടപരിഹാരത്തിന് വേണ്ടി മാത്രമല്ല കൃഷി പണിയുന്നത്. ഞങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ കൃഷിയൊക്കെ പഠിക്കുന്നത്. അല്ലാതെ ഗവൺമെൻറ്റിൽ നിന്ന് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നഷ്ടപരിഹാരം ഈ കൃഷിയെ മുന്നോട്ട് കൊണ്ടുപോകണം. അതിനുള്ള സാഹചര്യങ്ങൾ പഞ്ചായത്തായാലും മറ്റുള്ള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് ആയാലും ചെയ്തു തരണം എന്നുള്ളത് ഒരു അപേക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. മണ്ണുത്തി സെന്റ് ആന്റണീസ് ദേവാലയത്തിലെ സംയുക്ത തിരുനാളിനെ വികാരി ഫാദർ പോളി നീലങ്കാവിൽ കൊടിയേറ്റി. അസിസ്റ്റന്റ് വികാരി ഫാദർ ജിബിൻ നെല്ലങ്കര, തിരുനാൾ കമ്മിറ്റി കൺവീനർ നെൻസൻ മാടക്കായി, കൈക്കാരന്മാരായ പി സണ്ണി, ആൻഡോ ചാലിശ്ശേരി, വർഗീസ് കൂള, മറ്റ് ഭക്തസംഘടനാ ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. കൊടിയേറ്റത്തിന് ശേഷം വിശുദ്ധ കുർബാന ഉണ്ടായി. സംയുക്തമായിട്ടുള്ള തിരുനാളിൻ്റെ കൊടിയാണ് നമ്മൾ ഒഴിവാക്കുന്നത്. വിശുദ്ധൻ്റെ തിരുനാളുകൾ നമ്മുടെ വിശ്വാസത്തിന് സാക്ഷ്യം വഹിക്കുവാനുള്ളതാണ്. വിശ്വാസ സാക്ഷ്യം വഹിക്കുവാനും വിശ്വാസത്തിൻ്റെ വർധനവ് ഉണ്ടാകുവാനും ഈ വിശുദ്ധൻ്റെ മാധ്യസ്ഥം അപേക്ഷിക്കുന്നു. വിശുദ്ധൻ്റെ പ്രത്യേകമായിട്ടുള്ള മാതൃക ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. സമൂഹത്തിലും ആ വിശ്വാസത്തിൽ വളരുവാൻ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് പതാക ആശീർവദിച്ചു പുലർത്താം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ മേഘങ്ങളെ വാഹനമാക്കി കാറ്റിന് ചെറുകൾ സഞ്ചരിക്കുന്ന ബലവാനായ ദൈവമേ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. അങ്ങയുടെ മഹത്വത്തിനും വിശുദ്ധരുടെ ബഹുമാനത്തിനുമായി ഞങ്ങൾ ഉയർത്തുന്ന ഈ പതാക അതിനെ നേതൃത്വം കൊടുക്കുന്നത് അല്ലെങ്കിൽ ഇന്നത്തെ പ്രത്യേകമായിട്ട് ഉള്ള യൂണിറ്റുകൾ സെയിൻറ്റ് ജോർജ് തിരുനാമത്തിൽ
ഭിന്നശേഷി യുവാവിനെ നവവത്സര സമ്മാനമായി ചെണ്ട സമ്മാനിച്ച് NCC ഓഫീസർ. 24 കേരള ബറ്റാലിയൻ അസോസിയേറ്റഡ് NCC ഓഫീസറും മറ്റം സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി അധ്യാപകനുമായ മേജർ PG സ്റ്റൈജുവാണ് കാരാട്ടുകരയിലുള്ള അമ്മ സെന്ററിലെ അന്തേവാസി PS അനിലിനെ നവവത്സര സമ്മാനമായി ചെണ്ട സമ്മാനിച്ച് മാതൃകയായത്. തൃശൂർ കേരളവർമ്മ കോളേജിലെ NCC കേഡറ്റുകൾ ഡിസംബറിൽ NCC ദിനാചരണത്തിന്റെ ഭാഗമായി അമ്മ കാരാട്ടുകര സെന്ററിൽ നടത്തിയ ആഘോഷ പരിപാടിയിൽ മുഖ്യ അതിഥിയായി പങ്കെടുത്ത മേജർ PG സ്റ്റൈജു അന്തേവാസിയായ അനിലിന്റെ ചെണ്ട കൊട്ടുവാനുള്ള താൽപര്യത്തെക്കുറിച്ച് സ്ഥാപനാധികാരി കൂടിയായ കേരളവർമ്മ കോളേജിലെ മുൻ അധ്യാപിക ഭാനുമതി ടീച്ചറിൽ നിന്നും ചോദിച്ചറിഞ്ഞിരുന്നു. സ്ഥാപന നടത്തിപ്പിനെ തന്നെ സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടുകൾ ഉള്ളതുകൊണ്ട് ചെണ്ട പോലെ വിലപിടിപ്പുള്ള ഉപകരണങ്ങൾ വാങ്ങൽ ക്ലേശകരമാണെന്ന് ടീച്ചർ വേദനയോടെ പറഞ്ഞപ്പോൾ അനിലിന്റെ കഴിവുകൾ കണ്ട മേജർ നവവത്സര സമ്മാനമായി ചെണ്ട നൽകാമെന്ന് വാഗ്ദാനം ചെയ്താണ് അന്ന് മടങ്ങിയത്. കഴിഞ്ഞ ദിവസം അമ്മ കാരാട്ടുകര സെന്ററിൽ നവവത്സരാഘോഷത്തിൽ കേരളവർമ്മ കോളേജിലെ NCC കേഡറ്റുകളോടൊപ്പം മേജർ സ്റ്റൈജുവും പങ്കെടുത്തിരുന്നു. 30 വയസ്സുള്ള അനിൽ PS-നെ തദവസരത്തിൽ ചെണ്ട കൈമാറി മേജർ വാക്കുപാലിച്ചു. ചെണ്ടയോട് താൽപര്യമുള്ള അനിൽ ചെണ്ട ലഭിച്ച ഉടനെ തന്നെ കോലെടുത്ത് താളം പിടിച്ചപ്പോൾ അന്തേവാസികൾ പുലിക്കളി മാതൃകയിൽ നൃത്തം ചെയ്തും NCC കേഡറ്റുകൾക്ക് നവ്യാനുഭവമായി. കേരളവർമ്മ കോളേജിലെ കേഡറ്റുകൾ നവവത്സര സമ്മാനമായി അരിയും പലവ്യഞ്ജനങ്ങളും സ്ഥാപനത്തിന് കൈമാറി. കേരളവർമ്മ കോളേജ് യൂണിറ്റ് NCC ഓഫീസർ ക്യാപ്റ്റൻ ശരത് ചന്ദ്രൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മേജർ PG സ്റ്റൈജു പുതുതായി വാങ്ങിയ ചെണ്ട സ്ഥാപന ഡയറക്ടർ ഭാനുമതി ടീച്ചറുടെ സാന്നിധ്യത്തിൽ അനിൽ PS-നെ കൈമാറി. രംഗചേതനയിലെ ഗണേശൻ മാസ്റ്റർ സംവിധാനം ചെയ്യുന്ന നാടകത്തിലും PS അനിൽ പ്രധാന വേഷം അഭിനയിക്കുന്നുണ്ടെന്ന് ടീച്ചർ പറഞ്ഞു. അടുത്തുവരുന്ന ഭിന്നശേഷി കലോത്സവത്തിൽ ചെണ്ട മത്സരത്തിൽ സമ്മാനം നേടാനുള്ള തയ്യാറെടുപ്പിലാണ് ടീച്ചർ. അനിലിനെ സ്ഥാപനത്തിലെ സ്പെഷ്യൽ എഡ്യൂക്കേറ്ററും ചെണ്ട പരിശീലകനുമായ സൂരജ് മാസ്റ്ററുടെ നേതൃത്വത്തിൽ പ്രത്യേക പരിശീലനം നൽകുമെന്നും അങ്ങനെ 2025-ലെ ജില്ലാ ഭിന്നശേഷി കലോത്സവത്തിൽ സ്ഥാപനത്തിന്റെ പേരിൽ അനിൽ സമ്മാനം നേടുമെന്ന് ഭാനുമതി ടീച്ചർ മേജർക്ക് ഉറപ്പുകൊടുത്തു. ചെണ്ടയിലൂടെ ഒരു സ്ഥാപനത്തിന് ലഭിച്ച സന്തോഷം നെഞ്ചിലേറ്റിയാണ് മേജറും NCC കേഡറ്റുകളും കാര്യാട്ടുകരയിലുള്ള അമ്മ സെന്ററിൽ നിന്നും പുറത്തിറങ്ങിയത്. അണ്ടർ ഓഫീസർ അഭിനവ് PJ, ജൂനിയർ ഓഫീസർ ഷൈൻ ES, സീനിയർ കേഡറ്റുകളായ അതുൽ കൃഷ്ണ PS, ഋഷികേഷ് NS, വിനീത് TU, അരുൺ EB, അതുൽ കൃഷ്ണ KK, മിഥുൻ VP തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. NCC കേഡറ്റുകളുടെ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾക്ക് എറണാകുളം ഗ്രൂപ്പിന്റെ കീഴിലുള്ള 24 കേരള ബറ്റാലിയൻ NCC ഓഫീസിലെ കമാൻഡിംഗ് ഓഫീസർ കേണൽ RL മനോജ്, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ലഫ്റ്റനന്റ് കേണൽ MT ബ്രിജീഷ് തുടങ്ങിയവരുടെ പൂർണ്ണ പിന്തുണയാണ് ഇത്തരം സമൂഹ സേവന പ്രവർത്തനങ്ങൾക്ക് കരുത്ത് നൽകുന്നതെന്ന് മേജർ PG സ്റ്റൈജു പറഞ്ഞു. തെക്കുംകര മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും കോൺഗ്രസ് നേതാവുമായിരുന്ന CT ദേവസിയുടെ 11ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് CT ദേവസി സ്മാരക ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ അനുസ്മരണവും 3ാമത് സഹകാരി പുരസ്കാര വിതരണം, ചികിത്സാ സഹായ ഫണ്ട് വിതരണവും നടക്കും. ജനുവരി 5-ന് വൈകിട്ട് 4 മണിക്ക് പുന്നമ്പറമ്പ് സായി നാരായണ കോംപ്ലക്സിൽ ട്രസ്റ്റ് ചെയർമാൻ PJ രാജുവിന്റെ അധ്യക്ഷതയിൽ മുൻ KPCC ജനറൽ സെക്രട്ടറിയും ITU ബാങ്ക് പ്രസിഡന്റുമായ MP ജാക്സൺ ഉദ്ഘാടനം ചെയ്യും. മുൻ MLA PA മാധവൻ അനുസ്മരണ പ്രഭാഷണവും O അബ്ദുൾ റഹ്മാൻ കുട്ടി ചികിത്സാ ധനസഹായ ഫണ്ട് വിതരണവും നടത്തുന്ന സമ്മേളനത്തിൽ രാഷ്ട്രീയ സാമൂഹിക സഹകരണ മേഖലയിലെ പ്രമുഖർ പങ്കെടുക്കുമെന്ന് ട്രസ്റ്റ് ഭാരവാഹികളായ PJ രാജു, കുട്ടൻ മച്ചാട്, AR കൃഷ്ണൻകുട്ടി, TS ശങ്കരൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മുതിർന്ന കോൺഗ്രസ് നേതാവും വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റും തെക്കുംകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, അമ്പലപ്പാട് സർവീസ് സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റ്, കുണ്ടുകാട് സഹകരണ ചികിത്സാ കേന്ദ്രത്തിന്റെ പ്രസിഡന്റ്, തൃശ്ശൂർ ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ എന്നീ നിലകളിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ശ്രീ CT ദേവസിയേട്ടൻ്റെ 11ാം ചരമവാർഷിക ദിനമാണ് ജനുവരി മാസം 6-ാം തീയതി. ശ്രീ CT ദേവസിയേട്ടനുമായി വേറെ അടുത്ത ബന്ധങ്ങൾ പുലർത്തിയിരുന്ന കുറേ സഹപ്രവർത്തകർ ചേർന്നുള്ള ഒരു ട്രസ്റ്റ് CT ദേവസി സ്മാരക ട്രസ്റ്റ് എന്ന പേരിൽ രൂപീകരിച്ച് അതിന്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയൊരു ഇടവേള. മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്
an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കണക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ENT സ്പെഷ്യലിസ്റ്റ് ബുധൻ വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും സേവനമനുഷ്ഠിക്കുന്നതാണ്. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെയും ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. സേവന രംഗത്ത് 25 കൊല്ലമായി മണ്ണുത്തിയിൽ പ്രവർത്തിക്കുന്ന തട്ടിൽ ഫിനാൻസ് എന്ന സ്ഥാപനം 25ാം വയസ്സ് ആഘോഷിക്കുന്ന വേളയിൽ കാളത്തോട് സ്വന്തം ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 1 ഗ്രാം സ്വർണത്തിന് കൂടുതൽ പണം, പലിശ നിന്ന ദിവസത്തേക്ക് മാത്രം. 5 മിനിറ്റിനുള്ളിൽ ലോൺ, 25 വർഷത്തെ പാരമ്പര്യം. നിങ്ങൾ തരുന്ന സ്വർണത്തിന് കൂടുതൽ പണം. തട്ടിൽ ഫിനാൻസ്, തട്ടിൽ ആർക്കേഡ്, കാളത്തോട്. ഹെഡ് ഓഫീസ് തട്ടിൽ ഫിനാൻസ്, കൽപ്പക കോംപ്ലക്സ്, മണ്ണുത്തി. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ? പ്രണയ നൈരാശ്യം? കിടക്കയിൽ മൂട്ട? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞ് കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. വീണ്ടും വാർത്തയിലേക്ക്. മിൽമ ഷോപ്പി മിൽമ പാർലർ അപേക്ഷ ക്ഷണിച്ചു. കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ മിൽമയുമായി സഹകരിച്ച് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട തൊഴിൽ രഹിതർക്കായി നടപ്പിലാക്കുന്ന സ്വയം തൊഴിൽ പദ്ധതിയിൽ പരിഗണിക്കുന്നതിനായി യോഗ്യരായവരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകർ തൃശൂർ ജില്ലയിൽ സ്ഥിരതാമസക്കാരായ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട 18നും 55നും മധ്യേ പ്രായമുള്ളവരായിരിക്കണം. പാലിനും അനുബന്ധ ഉൽപ്പന്നങ്ങൾക്കും വിപണന സാധ്യതയുള്ള തൃശൂർ ജില്ലയിലെ അനുയോജ്യമായ സ്ഥലങ്ങളിൽ മിൽമ ഷോപ്പി അല്ലെങ്കിൽ മിൽമ പാർലർ ആരംഭിക്കുന്നതിനായി തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് അവസരം ലഭിക്കും. ആവശ്യമായ വായ്പ കോർപ്പറേഷന്റെ നിബന്ധനകൾക്ക് വിധേയമായി അനുവദിക്കും. ജാമ്യമായി 5 സെന്റിൽ കുറയാത്ത വസ്തു അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ ജാമ്യം ഹാജരാക്കണം. കോർപ്പറേഷനും മിൽമ അധികൃതരും സംയുക്തമായി തെരഞ്ഞെടുക്കുന്ന സ്ഥലങ്ങളിലായിരിക്കും സംരംഭം ആരംഭിക്കുന്നതിനുള്ള അനുമതി നൽകുക. ആവശ്യമായ സ്ഥലവും കെട്ടിടവും അനുബന്ധ സൗകര്യങ്ങളും അപേക്ഷകൻ സ്വന്തമായി സജ്ജീകരിക്കണം. തെരഞ്ഞെടുക്കപ്പെടുന്ന അപേക്ഷകർക്ക് സംരംഭം സുഗമമായി നടത്തുന്നതിനാവശ്യമായ ഉൽപ്പന്നങ്ങളും സാങ്കേതിക സഹായവും മിൽമ ലഭ്യമാക്കും. താൽപ്പര്യമുള്ള അപേക്ഷകർ അപേക്ഷാ ഫോറത്തിനും വിശദ വിവരങ്ങൾക്കുമായി തൃശൂർ
ടൗൺ ഹാളിൽ എതിർവശത്തുള്ള കോർപ്പറേഷന്റെ തൃശൂർ ജില്ലാ ഓഫീസുമായി ബന്ധപ്പെടേണ്ടതാണ്. ഫോൺ 0487 23315556. മിഷൻ വാത്സല്യ പദ്ധതിയുടെ ഭാഗമായി തൃശൂർ ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റിൽ റെയിൽവേ ചൈൽഡ് ഹെൽപ്പ് ലൈൻ സൂപ്പർവൈസർ തസ്തികയിൽ നിയമനം നടത്തുന്നു. യോഗ്യത സോഷ്യൽ വർക്കിൽ ബിരുദം, കമ്പ്യൂട്ടർ സയൻസ്, ഇൻഫർമേഷൻ ടെക്നോളജി, സോഷ്യൽ സയൻസ്. പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന ലഭിക്കും. പ്രായപരിധി 50 വയസ്സ്. വോക്കിൻ ഇന്റർവ്യൂ ജനുവരി 15 രാവിലെ 10 സിവിൽ സ്റ്റേഷനിലെ 2ാം നിലയിൽ പ്രവർത്തിക്കുന്ന ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റിൽ നടക്കും. ഉദ്യോഗാർത്ഥികൾ രാവിലെ 10 യോഗ്യതയും പ്രവൃത്തി പരിചയം തെളിയിക്കുന്നതിനുള്ള രേഖകൾ സഹിതം ഓഫീസിൽ എത്തിച്ചേരണം. വൈകി വരുന്ന ഉദ്യോഗാർത്ഥികളെ ഇന്റർവ്യൂവിൽ പരിഗണിക്കുന്നതല്ല. കൂടുതൽ വിവരങ്ങൾക്കായി 0487 2364 445 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. വടക്കാഞ്ചേരി 1-ാം കല്ലിൽ സ്വകാര്യ ബസ് കാലിലൂടെ കയറിയിറങ്ങി വയോധികയ്ക്ക് ഗുരുതര പരിക്കേറ്റു. ഇന്ന് രാവിലെ 8:30 അപകടം. പുതുവീട്ടിൽ 68 വയസ്സുകാരി നബീസയ്ക്കാണ് ഗുരുതര പരിക്കേറ്റത്. 1-ാം കല്ല് ബസ് സ്റ്റോപ്പിന് സമീപം കുന്നംകുളത്തേക്ക് പോകുവാൻ ബസ് കാത്തു നിൽക്കുകയായിരുന്നു വയോധിക. ഇതുവഴി വന്ന വടക്കാഞ്ചേരി നെല്ലുവായ് വഴി പട്ടാമ്പി റൂട്ടിലോടുന്ന വാസുദേവ എന്ന ബസ്സിൽ വയോധിക കയറുകയും എന്നാൽ റൂട്ട് മാറി എന്നറിഞ്ഞതോടെ തിരികെ ഇറങ്ങുകയും ചെയ്തു. വാഹനം മുന്നോട്ട് എടുക്കുന്നതിനിടെയാണ് അപകടമെന്നാണ് വിവരങ്ങൾ. ബസ്സിനടിയിലേക്ക് വീണ നബീസയുടെ കാലിലൂടെ ബസിന്റെ പുറകുവശത്തെ ചക്രം കയറിയിറങ്ങി. ഗുരുതര പരിക്കേറ്റ അബോധാവസ്ഥയിലായ വയോധികയെ നാട്ടുകാരും വടക്കാഞ്ചേരി എക്സ് പ്രവർത്തകരും ചേർന്ന് ഓട്ടുപാറ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചു. യുവജന കമ്മീഷൻ സംസ്ഥാനതല ചെസ് മത്സരം ജനുവരി 4 ദേശീയ യുവജന ദിനാഘോഷത്തോടനുബന്ധിച്ച് കേരള സംസ്ഥാന യുവജന കമ്മീഷൻ യുവജനങ്ങൾക്കായി ചെസ് മത്സരം സംഘടിപ്പിക്കുന്നു. 2025 ജനുവരി 4 കണ്ണൂരിലാണ് മത്സരം സംഘടിപ്പിക്കുന്നത്. വിജയികൾക്ക് 1-ാം സ്ഥാനത്തിന് 15,000 രൂപയും 2-ാം സ്ഥാനത്തിന് 10,000 രൂപയും 3-ാം സ്ഥാനത്തിന് 5,000 രൂപയും ട്രോഫിയും യുവജന ദിനാഘോഷത്തോടനുബന്ധിച്ച് നടക്കുന്ന ചടങ്ങിൽ വിതരണം ചെയ്യും. മത്സരത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്ന 18-നും 40-നും ഇടയിൽ പ്രായമുള്ള യുവജനങ്ങൾക്ക് ഫോട്ടോയും ഫിഡെ റേറ്റിംഗും ഉൾപ്പെടെയുള്ള വിശദമായ ബയോഡേറ്റ മെയിൽ ഐഡിയിലോ വികാസ് ഭവനിലുള്ള കമ്മീഷൻ ഓഫീസിൽ തപാൽ മുഖേനയോ നൽകാവുന്നതാണ്. അപേക്ഷിക്കുവാനുള്ള അവസാന തീയതി 2024 ഡിസംബർ 31. കൂടുതൽ വിവരങ്ങൾക്ക് കമ്മീഷനുമായി ബന്ധപ്പെടുക. ഫോൺ 0471 23 08 63 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. തിരിച്ചെത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം. ആതുര ശുശ്രൂഷ രംഗത്ത് 4 നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം. ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. ചേരും നേരം ഇന്നും കണ്ണിൽ മിന്നും നീ കാലം നമ്മിൽ ഒന്നായി മാറി ഓരോ നാടും നീ എൻ സ്വന്തം. SRK Gold and Diamonds, കാളത്തോട്, തൃശൂർ. Making every celebration sparkle. SVS ഗോൾഡ്, നാദം റോഡ്, ഇളംതുരുത്തി. നിങ്ങൾ അറിഞ്ഞോ, നമ്മുടെ SVS ഗോൾഡിൽ ഹോൾസെയിൽ വിലയേക്കാളും കുറഞ്ഞ ഉൽപാദന വില മാത്രം. സ്വർണം, വെള്ളി ആഭരണങ്ങൾ സാധാരണക്കാർക്കായി ഡിസ്കൗണ്ടും ഓഫറും. അപ്പോ എങ്ങനെയാ SVS ഗോൾഡിലേക്ക് പോവല്ലേ? SVS ഗോൾഡ് എന്നും സാധാരണക്കാർക്കൊപ്പം. SVS ഗോൾഡ് ജ്വല്ലേഴ്സ്, നാദം വഴി, ഇളംതുരുത്തി. ഫോൺ 9746196434. എല്ലാ ഞായറാഴ്ചയും തുറന്നു പ്രവർത്തിക്കുന്നു. വീണ്ടും വാർത്തയിലേക്ക്. വടക്കാഞ്ചേരി കരുതക്കാട് ടോറസ് ലോറിയുടെ ടയർ പൊട്ടി അപകടത്തിൽപ്പെട്ടു. ഇന്ന് വൈകിട്ട് 3 മണിയോടെയായിരുന്നു സംഭവം.
റോഡ് നിർമ്മാണ പ്രവൃത്തികൾക്കായി ടാർ മിക്സിംഗ് കയറ്റിയ ലോഡുമായി പോയിരുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. ടയർ പൊട്ടി വാഹനം റോഡിന് കുറുകെ നിന്നതോടെ സംസ്ഥാന പാതയിൽ വൻ ഗതാഗത കുരുക്കും അനുഭവപ്പെട്ടു. പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. വാഹനലേലം. തൃശൂർ റൂറൽ പോലീസ് ജില്ലാ പരിധിയിലുള്ള വിവിധ പോലീസ് സ്റ്റേഷനുകളുടെ പരിസരത്തും കൊടുങ്ങല്ലൂർ പോലീസ് ക്വാർട്ടേഴ്സ് പരിസരത്തുമായി സൂക്ഷിച്ചിരിക്കുന്ന സ്ക്രാപ്പ് അവസ്ഥയിലുള്ള 24 വാഹനങ്ങൾ വെബ്സൈറ്റിലൂടെ ഡിസംബർ 30 രാവിലെ 11 മുതൽ വൈകിട്ട് 4:30 വരെ ഓൺലൈനായി ലേലം നടക്കും. ലേലത്തിന് പങ്കെടുക്കുവാൻ താൽപ്പര്യമുള്ളവർക്ക് വെബ്സൈറ്റിൽ പേര് രജിസ്റ്റർ ചെയ്ത് ലേലത്തിൽ പങ്കെടുക്കാം. വാഹനങ്ങൾ പരിശോധിക്കണമെന്നുള്ളവർക്ക് ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷൻ SHOയുടെ അനുമതിയോടെ ലേല തീയതിക്ക് തൊട്ടു മുൻപത്തെ ദിവസം വരെ അവസരമുണ്ടായിരിക്കും. കാരണം കൂടാതെ ലേല തീയതി പുനർനിർണയിക്കുന്നതിനും ലേലം സ്ഥിരപ്പെടുത്തുന്നതിനുമുള്ള അധികാരം തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിയിൽ നിക്ഷിപ്തമായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്കായി 0428282300 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. വാഴാനി കാക്കിനിക്കാട് സ്വദേശി കൊച്ചുകുടിയിൽ ഗീവർഗീസ് നിര്യാതനായി. 68 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് വൈകിട്ട് 4 മണിക്ക് കാക്കിനിക്കാട് സെന്റ് ജോർജ് യാക്കോബായ സുറിയാനി പള്ളി സെമിത്തേരിയിൽ നടക്കും. ഭാര്യ പരേതയായ അന്നമ്മ, മക്കൾ ഷിബി, ഷിനിമോൾ, മരുമക്കൾ ബിനു, ഷാൻജി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പുത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി എൻഡോവ്മെന്റ് വിതരണം റവന്യൂ മന്ത്രി കെ രാജൻ നിർവഹിച്ചു. വിരുപ്പാക്ക മണലി പാടശേഖരത്തിൽ കാട്ടുപന്നികളുടെ വിളയാട്ടം. വ്യാപകമായി നെൽകൃഷി നശിപ്പിക്കുന്നു. മണ്ണുത്തി സെന്റ് ആന്റണീസ് പള്ളിയിലെ സംയുക്ത തിരുനാളിനെ വികാരി ഫാദർ പോളി നീലങ്കാവിൽ കൊടിയേറ്റി. തെക്കുങ്ങര മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് CT ദേവസിയുടെ 11ാം ചരമവാർഷികം പുരസ്കാര വിതരണം ജനുവരി 5 പുന്നമ്പറമ്പ് സായി നാരായണ കോംപ്ലക്സിൽ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് ലാലീസ് ഹൈപ്പർ മാർക്കറ്റ്, ലാലീസ് മാൾ, പട്ടിക്കാട് സെന്റർ, തൃശൂർ.